മിറാക്കി മോഹൻലാൽ ദിലീഷ് പോത്തൻ സിനിമ വരുന്നു. നെടുങ്കണ്ട മിറാക്കിൾ എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. ശ്യാം പുഷ്കരൻ, ഷൈജു ഖാലിദ്, സുഷിൻ ശ്യാം എന്നിവർ അടങ്ങുന്ന സൂപ്പർ ടീമാണ് ചിത്രത്തിന്റെ അണിയറയിലുമുള്ളത്. വിവരങ്ങളുമായി അശ്വിൻ ചേരുന്നുണ്ട്. അശ്വിൻ, എന്തായാലും മോഹൻലാൽ ഫാൻസിന് ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. മോഹൻലാൽ എപ്പോഴും പരിചയമുള്ള സംവിധായകർക്കൊപ്പം അവിടെ നിൽക്കു കുട്ടികളെ. ഈ കംപ്ലൈന്റുകളൊക്കെ അപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമ ഇപ്പോഴും ഇങ്ങനെ ആഘോഷിക്കാൻ തുടങ്ങുന്നത്? അതൊരു വല്ലാത്തൊരു ചോദ്യമാണ്. എനിക്ക് തോന്നിയൊരു കാര്യം, മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു അതുല്യനായിട്ടുള്ള നടൻ ശ്യാം പുഷ്കരൻ അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ അടക്കമുള്ള ആളുകളോടൊപ്പം ചേർന്നത് കൊണ്ടാണോ ഈ ഒരു വലിയ കയ്യടി ഇതിന് കിട്ടുന്നത്? ചോദ്യമാണേ. ശ്യാം പുഷ്കരനോടും ഒപ്പം തന്നെ ദിലീഷ് പോത്തനോടക്കമുള്ള ആളുകളോട് ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു ആഘോഷമാണോ, അതോ ശ്യാം പുഷ്കരനെയും ദിലീഷ് പോത്തനെയും നിങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ അവര് വലിയ വലിയ നടന്മാരായിട്ട് ഇപ്പോഴും ഒത്തുചേർന്നൊരു സിനിമ ചെയ്തിട്ടില്ല. ശ്രദ്ധിച്ചോളൂ, നമ്മുടെ ദിലീഷ് പോത്തൻ ഇതുവരെ മോഹൻലാലിനെയും മമ്മൂട്ടിയെ വെച്ചിട്ട് സിനിമ ചെയ്തിട്ടില്ല. എത്രയോ കാലമായി അവർ നമ്മുടെ സിനിമയിൽ. എന്നിട്ടും ഈ സിനിമക്ക് അവരിങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിന്റെ പുറകിൽ ഇങ്ങനൊക്കെ ഒരു കാരണം? അപ്പോൾ ഈ പറയുന്ന ദിലീഷ് പോത്തൻ അടക്കമുള്ള ആളുകള് മോഹൻലാലിനെ ആക്സെപ്റ്റ് ചെയ്തതിന് ദിലീഷ് പോത്തന് കിട്ടുന്ന കയ്യടികളാണോ, അല്ലെങ്കിൽ ദിലീഷ് പോത്തന്റെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ തയ്യാറാകുന്ന മോഹൻലാലിന് കിട്ടുന്ന കയ്യടിയാണോ ഇത് എന്ന രീതിയിൽ കൂടി ഇതിനൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ഇനി വേണമെങ്കിൽ ഇവര് പറയുന്ന ഒരു കാരണം ഒന്ന് വെറുതെ നിങ്ങൾക്കൊന്ന് കേൾക്കാം. അതിങ്ങനെയാണ്. അവിടല്ല ചിത്രത്തിന്റെ അണിയറയിലുമുള്ളത്. വിവരങ്ങളുമായി അശ്വിൻ ചേരുന്നുണ്ട്. അശ്വിൻ, എന്തായാലും മോഹൻലാൽ ഫാൻസിന് ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. മോഹൻലാൽ എപ്പോഴും പരിചയമുള്ള സംവിധായകർക്കൊപ്പം ആയിരിക്കും എന്നുള്ള. പുതിയ സംവിധായകരൊന്നും പരീക്ഷിക്കുന്നില്ല. എന്തായാലും അത് LJP-യിലൂടെയും തരുൺ മൂർത്തിയിലൂടെയും അദ്ദേഹം തിരുത്തി കുറിച്ചു. ഇപ്പോഴത്തെ ദിലീഷ് പോത്തനും വരുന്നു. ഇതിൽ ഏറ്റവും എക്സൈറ്റിംഗ് തീർച്ചയായിട്ടും അതൊരു ഭയങ്കര ഒരു ചീത്തപ്പേര് തന്നെയായിരുന്നു മോഹൻലാൽ എന്ന് പറയുന്ന നടൻ. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം മലയാളത്തിലേക്ക് ഏറ്റവും കൂടുതൽ സംവിധായകരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഏറ്റവും പുതിയ എഴുത്തുകാര്, ഏറ്റവും പുതിയ സംവിധായകര് ആരൊക്കെയാ ഉള്ളത്? ആരെങ്കിലും എവിടെയെങ്കിലും വെച്ചൊരു കഥ എഴുതുന്നുണ്ടോ? എടോ, എനിക്കതൊരു വേഷമുണ്ടോ എന്നടക്കം വിളിച്ചു ചോദിച്ചിട്ട് അഭിനയിച്ചുള്ള ഒരാളാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന ഏറ്റവും രസകരമായ കഥ അതൊന്ന് നമ്മുടെ തൃശ്ശൂർ വെച്ചിട്ട് സംവിധായകൻ രഞ്ജിത്ത് കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ താനൊരു കഥ എഴുതുന്നുണ്ടെന്ന് കേട്ടു, ഞാനാണോ അത് നായകൻ എന്ന് ചോദിച്ച് വിളിച്ച ഒരാൾ കൂടിയാണ് നമ്മുടെ മമ്മൂക്ക. അങ്ങനെയാണ് പ്രാഞ്ചിയേട്ടൻ ദ സെയിന്റ് എന്ന് പറയുന്ന ആ ഒരു സിനിമ പിറക്കുന്നത്. അങ്ങോട്ട് ചോദിച്ച് വാങ്ങിച്ച വേഷമാണ്. ഇത് മമ്മൂട്ടി ചെയ്യാറുണ്ട്, ഇത് മമ്മൂട്ടി ചെയ്യാറുണ്ട്, ഇത് മോഹൻലാൽ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യാതിരിക്കുന്ന ഈ ഒരു ചെങ്ങാതിയാണ് എന്നുള്ളതുകൊണ്ടാണ് ഇതിപ്പോ അത്ര വലിയൊരു എക്സൈറ്റ്മെന്റ് ആയിട്ടൊക്കെ തീരുന്നത്. കേൾക്കാം. അതിന്റെ ക്രൂ തന്നെയാണ് ഷൈജു ഖാലിദ്, അതുപോലുള്ള വമ്പൻ ക്രൂ ആണ് അതിനകത്തുള്ളത്. തീർച്ചയായിട്ടും ഒരു വലിയ ക്രൂ തന്നെയാണ് ഇതിലുള്ളത് എന്ന് പറയേണ്ടി വരും. വേണമെങ്കിൽ നമുക്ക് ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന മനുഷ്യനെടുക്കാം. നോക്കൂ, ദിലീഷ് പോത്തൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയം? എൻ്റെ ഒരു പേഴ്സണൽ പരിചയമാണെങ്കിൽ മഹേഷിന്റെ പ്രതികാരം ചെയ്ത ദിലീഷ് പോത്തൻ, തൊണ്ടി പോതലും ദൃക്സാക്ഷി എന്ന് പറയുന്ന സിനിമ ചെയ്ത ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിലിന്റെ തന്നെ ജോജി എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്ത ദിലീഷ് പോത്തൻ. ഇതാണ് ദിലീഷ് പോത്തൻ. അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റ് എടുക്കുകയാണെങ്കിൽ മഹേഷിന് പ്രതികാരം ഒരു ചെരുപ്പാണ് വിഷയം, അല്ലേ? ഒരു ചെറിയ അടി, ഒരു ചെരുപ്പിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ അവസാനം കൊണ്ടുപോകുന്നത്. വേണമെങ്കിൽ അവസാനത്തെ ഒരു ഡയലോഗുണ്ട് നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിലെ ഏറ്റവും അവസാനത്തെ ഡയലോഗ്, 6ന്റെ ഒരു ചെരുപ്പെന്നാ 7ന്റെ ഒരു ചെരുപ്പെന്നാ എന്തോ പറയുന്നുണ്ട്. പക്ഷെ അതൊരു മാസ് ഡയലോഗാ. എന്നാൽ മോഹൻലാലൊക്കെ അദ്ദേഹത്തിന്റെ ചില സിനിമകളിൽ പറഞ്ഞ പോലെ വമ്പൻ മാസ് ഡയലോഗ് എന്നല്ല. പക്ഷേ എടാ, ആ ഒരു ചെരുപ്പ് എനിക്ക് വേണമെന്ന് പറയുമ്പോൾ മറ്റാളൊരു നോട്ടമുണ്ട്. ഇവൻ മറ്റവൻ അടിച്ചു വീഴ്ത്തിയോ എന്നൊക്കെ നോക്കിക്കൊണ്ട് നോട്ടമുണ്ടോ? അതൊരു നോട്ടമാണ്. ആ ഒരു സാധാരണ വാക്ക് പോലെ ഒരു മാസ് ഡയലോഗാക്കി മാറ്റുന്ന രീതിയിലേക്കൊക്കെ ദിലീഷ് പോത്തൻ ആ സിനിമയെ കൊണ്ടുപോയിട്ടുണ്ട്. കാണാത്ത വല്ല പഹയന്മാരുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണണം കേട്ടോ. ശരി, അതേപോലെ തന്നെ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ഒരു മാല കളവ് പോകുന്നതാണ്. എന്നാൽ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് വിശപ്പാണ്. ഈ രണ്ട് വിഷയത്തെയും
ഏറ്റവും ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറയുന്ന സിനിമ. ഒപ്പം തന്നെ 2 പ്രദേശത്ത് നടക്കുന്ന കഥയാണ്. ഒന്ന് അപാരമായി വെള്ളമുള്ള പ്രദേശം, പിന്നീട് ഇവർ ജീവിക്കാൻ വേണ്ടി ഒളിച്ചോടി പോകുന്നത് വെള്ളമില്ലാത്തൊരു പ്രദേശം. ഇങ്ങനെ 2 പ്രദേശത്തെ കൂടി അതിൽ കാണിക്കുന്നതും ആ വെള്ളമില്ലാത്ത ഇടത്തെ കാണിക്കുന്ന ആദ്യ ദൃശ്യമൊക്കെ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ദൂരെ നിന്ന് ഒരു ബക്കറ്റ് വെള്ളവുമായിട്ട് നടന്നു വരുന്നൊരു കള്ളൻ, തൊട്ടടുത്ത് പോലീസുകാരനുണ്ട്. അതൊരു വണ്ടർ സീനാണ്. വെള്ളമില്ല എന്ന് കാണികളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സീനായിട്ട് അത് മാറുന്നുണ്ട്. ശരിയായിക്കോട്ടെ. അതുപോലെ തന്നെ ജോജി എന്ന് പറയുന്ന സിനിമ, ഇതൊക്കെ സംവിധാനം ചെയ്ത ഡയറക്ടറാണ് മോഹൻലാലിന്റെ നെടുങ്കണ്ടം മിറാക്കിൾ എന്ന് പറയുന്ന ഈ സിനിമയും സംവിധാനം ചെയ്യുന്നത് എന്നതാണ് എക്സൈറ്റ്മെന്റ്. അല്ലാതെ മോഹൻലാൽ അഭിനയിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് ദിലീഷ് പോത്തൻ ഒരു പുതിയ സിനിമ സംവിധാനം ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു, അതിൽ മോഹൻലാൽ ഉണ്ട് എന്ന് പറയുന്നതാണ് എക്സൈറ്റ്മെന്റ്. ശരി, കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഇതിലെ സിനിമാറ്റോഗ്രാഫറായിട്ടുള്ള ഷൈജു ഖാലിദിനെ നോക്കാം. ഏതൊക്കെയാണ് ഷൈജു ഖാലിദിന്റെ സിനിമകൾ സിനിമാറ്റോഗ്രാഫി? നിങ്ങൾ ട്രാഫിക് എന്ന് പറയുന്ന സിനിമ കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണണം. ഇനി അത് മാത്രമല്ല, മഞ്ഞുമൽ ബോയ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സിനിമാറ്റോഗ്രാഫി എന്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഷൈജു ഖാലിദാണ് ആ ചെങ്ങാതി. ഈ സിനിമയ്ക്കുണ്ട്. നെടുങ്കണ്ടം മിറാക്കിൾ എന്ന് പറയുന്ന സിനിമയിൽ ഷൈജു ഖാലിദ് തന്നെയാണ് സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നത്. ഈമയോ എന്ന് പറയുന്ന നമ്മുടെ ഇദ്ദേഹത്തിന്റെ സിനിമ, ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമ, ഈ സിനിമയിലെല്ലാം സിനിമാറ്റോഗ്രാഫി ചെയ്ത ഷൈജു ഖാലിദാണ്. നെടുങ്കണ്ടം മിറാക്കിൾ എന്ന് പറയുന്ന മോഹൻലാലിന്റെയും ഒപ്പം തന്നെ ദിലീഷ് പോത്തന്റെ സിനിമയ്ക്കും മോഹൻലാലിന്റെ ദിലീഷ് പോത്തന്റെ സിനിമയ്ക്കും അല്ലെങ്കിൽ ദിലീഷ് പോത്തന്റെ മോഹൻലാൽ സിനിമയ്ക്കും ചെയ്യുന്നത്. കഴിഞ്ഞില്ല. അടുത്ത മ്യൂസിക് സുഷിൻ ശ്യാം. ഈ അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അത് കുമ്പളങ്ങി നൈറ്റ്സ്, നമ്മുടെ ആവേശം എന്ന് പറഞ്ഞ സിനിമ, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ബാലൻ എന്ന് പറഞ്ഞ സിനിമ, ഇതൊക്കെ പാട്ടുകൾ ഹിറ്റാണെന്നേ ഒരു രക്ഷയില്ല. അദ്ദേഹം തന്നെയാണ് ഇതിനും ചെയ്യുന്നത്. ഇനി പ്രൊഡക്ഷൻ ഡിസൈനർ അജയൻ ചാലിശ്ശേരി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയിലെ ആ ഒരു ആർട്ട് വർക്ക് ചെയ്തത്, ആ ഒരു ഗുഹക്കില്ലേ, അതൊക്കെ അജയൻ ചാലിശ്ശേരി ചെയ്ത വർക്കാണ്, ആർട്ട് വർക്കാണ്. അദ്ദേഹമാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. കഴിഞ്ഞില്ല ബാലൻ എന്ന് പറയുന്ന സിനിമയ്ക്ക്. ഒപ്പം തന്നെ 19-ാം നൂറ്റാണ്ട് എന്ന സിനിമയുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തൊരു മനുഷ്യനാണ് അജയൻ ചാലിശ്ശേരി. അദ്ദേഹം ഈ ഒരു സിനിമയിലുണ്ട്. കഴിഞ്ഞിട്ടില്ല. അടുത്തത് മാസ്റ്റർ ഹംസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. കോസ്റ്റ്യൂം അദ്ദേഹമാണ്. കോസ്റ്റ്യൂം തല്ലുമാല എന്ന സിനിമയിലെ കോസ്റ്റ്യൂം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേണ്ട. രോമാഞ്ചം എന്ന് പറയുന്ന സിനിമയിലെ കോസ്റ്റ്യൂം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറച്ചു കാലം മുമ്പത്തെ കഥയാണ്. ഇനി അതും വിട്ടേക്കൂ. നിങ്ങൾ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമയിലെ കോസ്റ്റ്യൂംസ്, ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ചെയ്ത പഹയനാണ് മാസ്റ്റർ ഹംസ. അദ്ദേഹമാണ് ഈ സിനിമയ്ക്കും ചെയ്യുന്നത്. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത് എഡിറ്റിംഗ് ആണ്. ഷൈജു ശ്രീധരനാണ് കുമ്പളങ്ങി നൈറ്റ്സിലെയും മഹേഷിന്റെ പ്രതികാരത്തിന്റെയും ഒപ്പം തന്നെ ഫൂട്ടേജ് എന്ന് പറയുന്ന സിനിമയുടെ ഒക്കെ വർക്ക് ചെയ്ത മനുഷ്യനാണ്. ഇനി റോണക്സ് സേവിയർ ആണ്. ചത്താപ്പച്ച, ഒപ്പം തന്നെ ഭീഷ്മപർവം, ഏറ്റവും അവസാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മമ്മൂക്കയുടെ ആ ഒരു പ്രേത സിനിമ ഭ്രമയുഗം, ഇതിനൊക്കെ ഡിസൈൻ ചെയ്ത ചെങ്ങാതിയാണ്. ഇതിനും ചെയ്യുന്നത് നെടുങ്കണ്ടം മിറാക്കിളും ചെയ്യുന്നത്. റൈറ്റർ ആണെങ്കിൽ 2 പേര്, ശ്യാം പുഷ്കരനും ഒപ്പം തന്നെ പൗൾസൺ സ്കറിയയും കൂടിയിട്ടാണ്. ഈ 2 പേരും കൂടി നമുക്ക് തന്ന സിനിമകൾ മഹേഷിന്റെ പ്രതികാരം, കുമ്പളങ്ങി നൈറ്റ്സ്, സോൾട്ട് ആൻഡ് പെപ്പർ, കാത്തൽ ദി കോർ, പിന്നെ അതിരടി, ഈ സിനിമകളൊക്കെയാണ് ഈ 2 പേരും കൂടി നമുക്ക് തന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഈ ഒരു മഹാന്മാര് ഈ ഒരു പുത്തൻ കാലഘട്ടത്തിലെ സിനിമയെ ഏറ്റവും ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ചെങ്ങാതിമാരെല്ലാവരും കൂടിയിട്ടാണ് നെടുങ്കണ്ടം മിറാക്കിൾ എന്ന് പറയുന്ന ദിലീഷ് പോത്തൻ്റെയും മോഹൻലാലിൻ്റെ സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇതൊരു വണ്ടർ എന്നതിനേക്കാൾ അപ്പുറം ഒരു വല്ലാത്ത സിനിമ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇദ്ദേഹമൊക്കെ എന്താണ് ഒരു കുമ്പളങ്ങി നൈറ്റ്സ് എന്താ പുതുതായിട്ട് സംഭവിക്കാത്ത എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. വളരെ മൈന്യൂട്ടായിട്ട് പോലും അഭിനയിപ്പിക്കുന്ന ഒരാളാണ് നമ്മുടെ ദിലീഷ് പോത്തൻ. ഫഹദ് ഫാസിൽ എടുത്ത് നോക്കിയാൽ മതി, മൈന്യൂട്ടായിട്ടുള്ള അതൊക്കെ മോഹൻലാലിനോട് കൂടിയിട്ടുള്ള ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു വണ്ടർ ആയിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും വെയിറ്റിംഗ്.